സമാപന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി KNM ജനറൽ സെക്രട്ടറി PP ഉണ്ണിയൻകുട്ടി മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمه വല്ലാഹു അലീമുൻ ഹക്കീം. ബഹുമാന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട അതിഥികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹുജറാത്തിൽ നിന്നുള്ള ഒരു വചനമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഈ പരിശുദ്ധ വചനത്തിൻ്റെ അർത്ഥം അനുസ്മരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക, അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ട്. ലൗ യുതിഉക്കും ഫീ കസീരിൻ മിനൽ അംരി, മിക്ക കാര്യങ്ങളിലും നിങ്ങളെ പ്രവാചകൻ അനുസരിക്കുകയാണെങ്കിൽ ലഅനിത്തും, അത് നിങ്ങളുടെ തന്നെ കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും കാരണമാകും. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ വിശ്വാസമാണ്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ആ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ അലങ്കൃതമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, വകറഹ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും വെറുക്കപ്പെട്ടതായി തീർന്നു സത്യനിഷേധവും നിയമലംഘനവും ധിക്കാരവും. അതുകൊണ്ട് ഉലൈക ഹുമുർ റാഷിദൂൻ, അവർ സന്മാർഗജാരികളായി തീർന്നിരിക്കുന്നു. ഫളലം മിനല്ലാഹി വനിഅമ, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, എല്ലാ മനുഷ്യൻ്റെയും മനസ്ഥിതി അറിയുന്ന, യുക്തിയുക്തം പ്രവർത്തിക്കുന്ന സൃഷ്ടാവാണ് അല്ലാഹു. ഞാൻ ഈ ആയത്തിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. സാധാരണ മനുഷ്യർ പറയാറുണ്ട്, മനുഷ്യനെപ്പോഴും ജനഹിതം നോക്കി നടക്കണം എന്ന്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങളോടൊപ്പമുണ്ട്. എന്നിട്ടും ലൗ യുതിഉക്കും ഫീ കസീരിൻ മിനൽ അംരി, മിക്ക കാര്യങ്ങളിലും ജനങ്ങളായ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ അനുസരിച്ചാണ് പ്രവാചകൻ നിങ്ങളെ നയിക്കുന്നതെങ്കിൽ ലഅനിത്തും, അത് നിങ്ങളുടെ തന്നെ പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും കഷ്ടപ്പാടുകൾക്കും കാരണമായി തീരും. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ പൊതുവിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തന്നെ ദുൽ ഐദി വൽ അബ്സ്വാർ, നല്ല ഉൾക്കരുത്തും ഉൾക്കാഴ്ചയും പ്ലാനും ആ പ്ലാൻ നടപ്പിൽ വരുത്താൻ മാനുഷികമായ കഴിവുമുള്ളവരാണ് പ്രവാചകന്മാർ പൊതുവിൽ. ആ പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധിമാനായ പ്രവാചകനാണ്, ഉൾക്കാഴ്ചയുള്ള പ്രവാചകനാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള ജനങ്ങൾ, അതവിടുത്തെ ആദ്യത്തെ പ്രബോധിത ജനവിഭാഗങ്ങൾ, പ്രവാചകൻ
അവരുടെ അനുചരന്മാരുടെ താല്പര്യമനുസരിച്ചാണ് പ്രവാചകൻ ജനങ്ങളെ നയിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് അടിസ്ഥാനപരമായ മനുഷ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രേരണയും പ്രചോദനവുമാകുന്ന ഉപദേശമാണ്. മനുഷ്യൻ എത്ര ഉയർന്നാലും, മനുഷ്യൻ്റെ അറിവും കഴിവും ബുദ്ധിശക്തിയും എത്ര മേന്മയുള്ളതാണെങ്കിലും ശരി, മനുഷ്യജീവിതത്തിൻ്റെ ഗുണകരമായ വശങ്ങൾ ഉറപ്പുവരുത്താവുന്ന ഒരു രേഖ മനുഷ്യന് സമർപ്പിക്കാൻ സാധ്യമല്ല. പ്രവാചകന് പോലും സാധ്യമല്ല, ഒരു നേതാവിനും സാധ്യമല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. സുരക്ഷിതമായി മനുഷ്യനൊരു മാർഗം കാണിച്ചു കൊടുക്കാൻ സാധാരണ നിലക്ക് മനുഷ്യൻ അപ്രാപ്യമാണ്, അസാധ്യമാണ്. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കതീരിൻ മിനൽ അംരി ലഅനിത്തും. അനുചരന്മാരായ നിങ്ങളുടെ താല്പര്യം നോക്കി പ്രവാചകൻ നിങ്ങളെ നയിച്ചാൽ ലഅനിത്തും, അത് നിങ്ങൾക്ക് തന്നെ ക്ലേശത്തിന് കാരണമായി തീരും. ഒരു കുടുംബനാഥൻ തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ സ്വാഭാവിക താല്പര്യത്തെ നോക്കിയാണ് നയിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൻ്റെ നാശത്തിനത് കാരണമാണ്. ഒരു രാജ്യത്തിൻ്റെ നേതൃത്വം ആ രാജ്യക്കാരുടെ താല്പര്യം നോക്കി, സാധാരണ പറയാറുള്ള ജനഹിതം നോക്കിയാണ് ജനത്തെ നേതൃത്വം നയിക്കുന്നതെങ്കിൽ ലഅനിത്തും, അത് നിങ്ങളുടെ തന്നെ നാശത്തിന് കാരണമാണ്. എന്നാൽ പ്രവാചകന്റെ ആദ്യകാല പ്രബോധിതരെ സംബന്ധിച്ചിടത്തോളം അവരെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും നിയന്ത്രിച്ച ശക്തമായ നിലപാടെന്താണ്? വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും താല്പര്യപ്പെടുന്നതും അഭിലഷിക്കുന്നതുമാണ് ആ പരിശുദ്ധമായ വിശ്വാസം. ആ വിശ്വാസം ഒരു നാമം മാത്രമായ ശബ്ദമല്ല. വസയ്യനഹു ഫീ ഖുലൂബിക്കും, അതവരുടെ മനസ്സിൽ പ്രൗഢമാക്കി തീർത്തു, ഭംഗിയുള്ളതാക്കി തീർത്തു, അലങ്കൃതമാക്കി തീർത്തു. തൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ മുഴുവൻ ക്രമങ്ങളെയും ക്രയവിക്രയങ്ങളെയും ശക്തിയെയും നിയന്ത്രിക്കുന്ന ശക്തി അവൻ്റെ പരിഭാവനമായ വിശ്വാസമായിരിക്കണം. ആ വിശ്വാസം നാമമാത്രമല്ല, വസയ്യനഹു ഫീ ഖുലൂബിക്കും, അതവരുടെ ഹൃദയത്തിൽ ഭംഗി ഉളവാക്കുന്നതാണ്. ഒരു മനുഷ്യൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ശബ്ദത്തിൽ ഏറ്റവും മേന്മയാർന്ന ശബ്ദം അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഏറ്റവും പ്രൗഢവും ഗൗരവവുമായ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമാണ് പ്രവാചകന്റെ ആദ്യകാല അനുചരന്മാർ ആ വിശ്വാസത്തിലേക്ക് ആകൃഷ്ടരായത്. ആദ്യകാലത്തെ പ്രബോധനത്തിൽ, രഹസ്യമായ പ്രബോധനത്തിൽ 80-ലധികം ആൾക്കാർ വിശ്വാസികളായി തീർന്നു. ആ വിശ്വാസത്തിൻ്റെ മുമ്പിൽ അവർക്ക് ഒരു പ്രേരണയുമില്ല. വിശ്വാസം ഉൾക്കൊണ്ടവർ മർദ്ദിക്കപ്പെടുന്നു, പീഡിക്കപ്പെടുന്നു, ബുദ്ധിമുട്ടിപ്പിക്കപ്പെടുന്നു, എല്ലാം ചെയ്യുന്നു. അതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട്, അതിനെയെല്ലാം സഹിച്ചുകൊണ്ട് ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, വിശ്വാസം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തീർന്നു. അതവരെ മനസ്സിനെ പ്രൗഢമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, വിശ്വാസത്തിൻ്റെ ആഴമായ ശക്തി സത്യനിഷേധത്തെ നിരാകരിക്കുവാനും അധർമ്മത്തെയും അക്രമത്തെയും അനുസരണക്കേടിനെയും അവഗണിക്കാനും അവരെ പ്രേരിപ്പിച്ചു. ഉലൈക ഹുമുർ റാഷിദൂൻ, അങ്ങനെ അവർ മുർഷിദുകളായി. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ മഹിമ കൊണ്ട് അവരെ പൂർണ്ണമായ ജീവിതം നിയന്ത്രിക്കപ്പെട്ടു. സത്യനിഷേധം ഏറ്റവും വെറുക്കപ്പെട്ടതായി തീർന്നു, അധർമ്മം വെറുക്കപ്പെട്ടതായി തീർന്നു, ധിക്കാരം വെറുക്കപ്പെട്ടതായി തീർന്നു. എല്ലാം വെറുക്കപ്പെട്ടതായി തീരുകയും വിശ്വാസം മാത്രം പരിഭാവനവും പരിശുദ്ധവും അജയ്യവുമായി തീർന്നപ്പോൾ അവരുടെ കഴിവും സമ്പത്തും അറിവും സ്വാധീനവുമൊക്കെ ഉലൈക ഹുമുർ റാഷിദൂൻ, 100% മൂല്യവൽക്കരിക്കപ്പെട്ട
പ്രവർത്തനത്തിൻ്റെ പ്രതിനിധികളായവരും മാറി. ഫളിലം മിനല്ലാഹി വ നിഅമ, അതവർക്ക് അല്ലാഹു ചെയ്തു കൊടുത്തൊരനുഗ്രഹമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം, അല്ലാഹു മനുഷ്യന്റെ മനസ്സറിയുന്ന യുക്തിയുക്തമായി പ്രവർത്തിക്കുന്ന ഉന്നതനും മഹാനുമാണ്. ഈ ജാമിയ സലഫിയയും അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളും സ്ഥാപിച്ചിട്ടുള്ളത് മനുഷ്യ സമൂഹത്തെ മുർഷിദുകളായി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് സഹായകമാകുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നതായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ മഹാനായ KP മുഹമ്മദ് മൗലവി റഹ്മഹുല്ലാ, PK അലി അബ്ദുർ റസാഖ് മൗലവി, K ഉമർ മൗലവി, KN ഇബ്രാഹിം മൗലവി അടക്കമുള്ള മഹാന്മാർ, AP അബ്ദുൽ ഖാദർ മൗലവി, PK അലി അബ്ദുർ റസാഖ് മൗലവി, അബ്ദു ഹാജി തുടങ്ങിയ ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകന്മാർ ലക്ഷ്യമിട്ടിരുന്നത്, ഞാൻ 2 ആഴ്ച മുമ്പ് മദീനത്തുൽ ഉലൂമിൽ പോയപ്പോൾ അവിടെ ഒരു പ്രവർത്തകനെ സ്ഥാപനത്തിൽ കാണുകയുണ്ടായി. 1971 മദീനത്തുൽ ഉലൂമിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിമന്റ് ചട്ടിയിൽ കശുവണ്ടിക്കുരുവുമായി മഹാനായ KN ഇബ്രാഹിം മൗലവി ഈ പറമ്പിലേക്ക് ആൾക്കാരെ കശുവണ്ടി നടാൻ അയക്കുന്നത് കണ്ടത് ഞാൻ അന്നോർത്ത് എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടില്ലേ? KNയുടെ സഹായിയാണ്. ഈ മൊട്ടപ്പറമ്പ് ഫലഭൂഷ്ഠിതമാക്കുവാൻ അവർ ശ്രമം ആരംഭിച്ചു. 30 വർഷം മുമ്പ് ഈ ജാമിയ സലഫിയുടെ ഉദ്ഘാടന വേളയിൽ മഹാനായ KP മുഹമ്മദ് മൗലവിയുടെ പ്രസംഗം ഞാനിപ്പോഴും ഓർക്കുകയാണ്. നമ്മളെ സ്വാഗത സംഘ സോവനീറിൽ മിനിഞ്ഞാൻ എൻ്റെ കയ്യിൽ കിട്ടി. ഇന്നലെ സുബൈ കഴിഞ്ഞ് ഞാൻ അതിൽ ഒരു ലേഖനമേ വായിച്ചുള്ളൂ. മഹാനായ KPയെ പറ്റി പ്രിയമകൾ സെൽമ എഴുതിയ ലേഖനമാണത്. ആ ലേഖനം വായിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഞാൻ അറിയാതെ വീണുപോവുകയാണ്. ആ ആത്മാർത്ഥതയുടെ പ്രതീകമായിരുന്ന KP മുഹമ്മദ് മൗലവി ഇതിൻ്റെ തുടക്കത്തിൽ നടത്തിയ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. മാനവരാശിയെ, മനുഷ്യ സമൂഹത്തെ ശാശ്വതമായ മോചനത്തിന് വേണ്ടി നയിക്കാൻ വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊന്നില്ല. ആ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ ആധികാരികമായി പഠിച്ച് പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാരെ സൃഷ്ടിക്കുവാൻ വേണ്ടി സ്ഥാപിച്ച സ്ഥാപനമാണത്. പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണത്. വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ ലിയതഫഖഹൂ ഫിദ്ദീനി വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. മുസ്ലിം സമൂഹത്തിൽ ഞാൻ ആയത്തിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. സമൂഹത്തിന് എല്ലാം ആവശ്യമാണ്. രോഗം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടർ ആവശ്യമാണ്. കെട്ടിടമുണ്ടാക്കാൻ പ്ലാൻ ഏർപ്പാട് ചെയ്യാൻ എഞ്ചിനീയർ ആവശ്യമാണ്. മറ്റ് വിവിധ ആവശ്യങ്ങൾക്കൊക്കെ വിദഗ്ധർ ആവശ്യമാണ്. അതേപോലെ തന്നെ മതത്തിൻ്റെ വിഷയങ്ങൾ ആധികാരികമായി പഠിക്കുവാൻ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ ലിയതഫഖഹൂ ഫിദ്ദീൻ, ദീനിൻ്റെ അറിവുകൾ ആധികാരികമായി പഠിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനുള്ള പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നത് നമ്മുടെ സാമൂഹ്യമായ ബാധ്യതയാണ്. ഈ ബാധ്യത എക്കാലത്തുമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ ശ്രദ്ധയോടുകൂടെ നടത്തിയാൽ മാത്രമേ ഈ രംഗത്തെ നമ്മളെ ബാധ്യത അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കേരളം സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റാണ്. കുടുംബാസൂത്രണത്തിലും മുമ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനും വിദഗ്ധരെ കിട്ടാത്ത ദാരിദ്ര്യവുമുണ്ട്. മതരംഗത്തും അതുണ്ട്, മതവിജ്ഞാനശാലകളുടെ നടത്തിപ്പിലും അതുണ്ട്. ഇത് പരിഹരിക്കാൻ ഇല്ല എന്ന് വേവലാതിപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. ഉള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഓരോ പ്രദേശത്തും മതവിഷയങ്ങൾ ആധികാരികമായി പഠിക്കാനുള്ളവരെ കണ്ടെത്തുകയും അവരെ ജാമിയ സലഫിയ പോലെയുള്ള സ്ഥാപനങ്ങളിൽ അയച്ച് പഠിപ്പിച്ച് ഈ സമൂഹത്തിൻ്റെ ധാർമ്മികമായ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി
പരിശ്രമിക്കണമെന്നാണ് വിനയപൂർവം എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. നമ്മളെ പ്രിയപ്പെട്ട കാരണവന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പൗരപ്രധാനികൾ, സാധാരണക്കാർ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മഹൽ സ്ഥാപനങ്ങളുടെ എല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടി നാം കൂട്ടായി യത്നിക്കണം, ശ്രമകരമായി പ്രവർത്തിക്കണം. വെറുതെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും ഉണ്ടാവുകയില്ല. നിരന്തരമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിരന്തരമായി മുന്നേറുന്നതിന് ജാമിയ സലഫിയക്ക് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രവർത്തനത്തിൽ മുമ്പന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന നമ്മളെ നേതാക്കന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞുപോയി. ഏറ്റവും അടുത്തായി മഹാനായ AP നമ്മളെ വിട്ടുപിരിഞ്ഞുപോയി. കേരള മുസ്ലിങ്ങളിൽ മതവിഷയങ്ങളിൽ ഏറ്റവും ആധികാരികമായും സാന്ദർഭികമായും വിഷയങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ജനങ്ങളെ ആ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്നു മഹാനായ AP അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നമുക്കില്ല. പക്ഷേ ഈ സമൂഹം വളരണം, നാട് വളരണം, മുജാഹിദ് പ്രസ്ഥാനം വളരണം, മുസ്ലിം സമൂഹം വളരണം, മാനുഷികമായ ബന്ധങ്ങൾ വളരണം. സത്യവും ധർമ്മവും കുടുംബരംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലക്കും വളർന്നു വരാനും വളർത്തിക്കൊണ്ടുവരാനും നേതൃത്വം നൽകാനുള്ള ഇന്ധനമാണ് ജാമിയ സലഫിയയുടെ പ്രൊഡക്റ്റുകൾ എന്ന് നാം മനസ്സിലാക്കണം. നിരന്തരമായി പ്രവർത്തിക്കുക, വിജയത്തിലെത്തുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഈ രംഗത്ത് ഈ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നമ്മളെ ഏൽപ്പിച്ച ആ മഹാന്മാരായ നേതാക്കന്മാരുടെ പ്രതീക്ഷക്കൊത്ത് ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്ത് വീഴ്ചകളുണ്ടെങ്കിലും അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് കൂടുതൽ സജീവമായി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് കഴിവും സാധ്യതകളും സൗകര്യങ്ങളും ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.